Good evening, children. So, നമ്മൾ ഇന്ന് 8th paragraph തുടങ്ങിയിട്ടാണ് എടുക്കുന്നത്. So, let us see. After all, we understood from uh, the lesson that Anka is an orphan and he is suffering very much in Alekin's house and he want to escape from there, right? Like, Anka ഒരു orphan boy ആണ്. അവന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ഇറ്റ്സ് ഫോർ ദാറ്റ് പേർപ്പസ് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി ഈസ് എക്സ്പെക്റ്റിംഗ് ഹിസ് ഗ്രാൻഡ് ഫാദർ വിൽ കം when he got this letter and take him away from here. It's only with that expectation he is writing this letter. So 8th paragraphil നമ്മൾ കാണുന്നത് അവൻ താമസിച്ചിരുന്ന ആ ഒരു റൂറൽ ഏരിയയും അവൻ ഇപ്പോൾ താമസിക്കുന്ന മോസ്കോ ടൗണും തമ്മിലുള്ള ഒരു ബിഗ് ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ ഹി വാസ് ഫ്രം എ റൂറൽ ഏരിയ, സോ ഹി വാസ് അൺഅവെയർ ഓഫ് മെനി തിങ്സ് വിച്ച് ഹാപ്പൻസ് ഇൻ എ ടൗൺ. സോ ഇവിടെ നോക്കാം. മോസ്കോ ഈസ് സച്ച് എ ബിഗ് ടൗൺ. ദർ ആർ സോ മെനി ജെൻറ്റിൽമെൻസ് ഹൗസസ് ആൻഡ് സച്ച് എ ലോട്ട് ഓഫ് ഹൗസസ് ആൻഡ് നോ ഷീപ്പ് ആൻഡ് ദ ഡോഗ്സ് ആർ നോട്ട് എ ബിറ്റ് ഫിയേഴ്സ്. എന്താ നോക്കിയേ, മോസ്കോ ഒരു ബിഗ് ടൗൺ ആണ് ആൻഡ് ദർ ആർ സോ മെനി gentlemen houses and such a lot of houses and no sheep in rural areas or in his village. There he used to with many sheep and many fierce dogs or violent dogs. പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ അവൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വില്ലേജിൽ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താവുമ്പോൾ അവിടെ ഷീപ്പുകൾ, അവൻ ഉദ്ദേശിക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത് ധാരാളം ഷീപ്പുകൾ ഉള്ളൊരു സ്ഥലമാണ്, ആട്ടിൻപറ്റങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ ഇതിനു മുൻപത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട്. He promises to his grandfather that he is ready to go as a shepherd boy instead of ഫെദിയ. അല്ലേ, ഫെദിയയ്ക്ക് പകരം ഒരു ഷെപ്പേർഡ് ബോയ് ആയിട്ട് പോകാൻ വരെ വില്ലിങ് ആണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്ത് ക്ലിയറാണ്, ഷെപ്പേർഡ് ബോയ് ആയിട്ട് പോകുക എന്നുള്ളത് അവരുടെ ലൈവ്ലിഹുഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ഇവിടെ ആ ഒരു അവസ്ഥയിൽ നിന്നും മോസ്കോ എന്നൊരു ടൗൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവനെ സംബന്ധിച്ച് അവരുടെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും ന്യൂ ആണ്. അതാണ് അവൻ പറയുന്നത്, ഹിയർ ഇൻ ദിസ് പ്ലേസ് ഐ ക്യാൻ സീ നോട്ട് ഷീപ്പ് ബട്ട് ഹോസ്. കുതിരകളെയാണ് കൂടുതലും ഞാൻ കാണുന്നത്. അതും വലിയ മാന്യന്മാരായിട്ടുള്ള ധാരാളം വീടുകളും മാന്യന്മാരുടെ വീടുകളും അവരുടെ വീടുകളിലുള്ള കുതിരകളെയുമാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അതുമാത്രമല്ല അവിടെയുള്ള ഡോഗ്സ് അത്ര ഫിയേഴ്സ് അല്ല, അത്ര വയലൻ്റ് അല്ല. മറ്റേതെന്താണ്, റൂറൽ ഏരിയയിലുള്ള ഡോഗ്സ് ആകുമ്പോൾ മോസ്റ്റ് പ്രോബബിളി അവിടെ ആ ഡോഗ്സ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു സ്ട്രേ ഡോഗ് പോലത്തെ ഡോഗ്സ് ആയിരിക്കുള്ളൂ. അവർ ഫിയേഴ്സ് ആയിരിക്കും, കാരണം സ്ട്രേ ഡോഗ്സ് ആയതുകൊണ്ട് തന്നെ അവരെ പ്രോപ്പറായിട്ട് നറിഷ് ചെയ്യാനോ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വളർത്തുന്നതോ ഡൊമസ്റ്റിക് കൈൻഡ് ഓഫ് ഡോഗ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒട്ടും വയലൻ്റ് നേച്ചറുള്ള ഡോഗ്സ് ആയിരുന്നില്ല. The boys in the town don't roam the streets with stars and they don't allow one to sing in the church at Christmas. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ നാട്ടിലുള്ള ചെറിയ പിള്ളേരൊക്കെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെ എന്താണ് ചെയ്യുക, ക്രിസ്മസ് ടൈം ആണെങ്കിൽ ദേ യൂസ് ടു സെൽ സ്റ്റാർസ് ആൻഡ് ദേ യൂസ് ടു സിങ് കരോൾ സോങ്സ് ഇൻ ദ ചർച്ച്. പക്ഷേ ഇവിടെ അവൻ അതൊന്നും കാണുന്നില്ല. ഇവിടുത്തെ പിള്ളേരെന്താ ചെയ്യുന്നതെന്ന് നോക്കി, അവർ ചെറിയ പ്രായത്തിൽ തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് അവർ ചെയ്യുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദേ വെയർ ഓൾസോ സീൻ സെല്ലിങ് ഫിഷ് ഹുക്സ്. ഫിഷ് ഹുക്സ് സെല് ചെയ്യലാണ് ഇവിടെ ടൗണിലുള്ള കുട്ടികളുടെ ഒരു പ്രധാന ജോലി. ആൻഡ് കുഡ് ഈവൻ ഹോൾഡ്, എങ്ങനെയുള്ള ഫിഷ് ഹുക്സ് ആണ് അവർ വിൽക്കുന്നത്, ദാറ്റ് കുഡ് ഈവൻ ഹോൾഡ് എ ഷീറ്റ് ഫിഷ് വെയിങ് 30 pounds. 30 pounds വരെ വെയ് ചെയ്യാവുന്ന അത്രയ്ക്കും വെയിറ്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫിഷ് ഹുക്സ് ആണ് അവർ വിൽക്കുന്നത്. ആൻഡ് ദെയർ ആർ ഷോപ്സ് ദാറ്റ് ഹാവ് ഓൾ സോർട്സ് ഓഫ് ഗൺസ് ജസ്റ്റ് ലൈക്ക് ദ വൺസ് ദ മാസ്റ്റർ ഹാസ് അറ്റ് ഹോം. അപ്പോൾ
ഷോപ്സിൽ, അതുമാത്രമല്ല അവിടെയുള്ള ഷോപ്പുകളിൽ എല്ലാ തരത്തിലുള്ള ഗൺസും ഉണ്ട്. അതും എങ്ങനെയുള്ളത്, ജസ്റ്റ് ലൈക്ക് ദ വൺസ് ദ മാസ്റ്റർ ഹാസ് അറ്റ് ഹോം. അവൻ്റെ മാസ്റ്ററിന് അവൻ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു തോക്ക് അവൻ കണ്ടിട്ടുണ്ട് അലിയക്കിൻ്റെ വീട്ടിൽ. അപ്പോൾ അതുപോലെയുള്ള ഗൺസ്, ധാരാളമുള്ള ഗൺസ് വിൽക്കുന്ന ഒരു കട തന്നെ അവൻ കണ്ടു. ഇതൊക്കെ അവനെ സംബന്ധിച്ച് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് ദേ മസ്റ്റ് കോസ് 100 റൂബിൾസ് ഈച്ച്. അപ്പോൾ അതും 100 റൂബിൾസിനൊക്കെ കിട്ടുന്ന തരത്തിലുള്ള, അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും കാണാത്ത കാഴ്ചകളാണ് ഇവൻ ഇവിടെ ടൗണിൽ കാണുന്നത്. അതും എങ്ങനെയുള്ള ഇവിടെ നോക്കാം. In the butcher's shop they sell grouse, woodcock and hares about which they don't say where they were shot. അതും ഇവിടെ വിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഗ്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ബേർഡാണ് അത്. പിന്നെ വുഡ്കോക്ക് കാട്ടുകോഴി, അതുപോലെ കാട്ടുമുയലുകൾ, ഇതൊക്കെയാണ് അവരവിടെ വിറ്റിരുന്നത്. അപ്പോൾ അവർ ഇത് വേട്ടയാടി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അവിടുത്തെ ബുച്ചേഴ്സ് ഷോപ്പിൽ, ഇറച്ചിക്കടയിൽ വിറ്റിരുന്നത്. അപ്പോൾ പക്ഷേ ഇത് എവിടെ നിന്നാണ് അവർ ഇതിനെയൊക്കെ ഷോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്നൊന്നും ഒരിക്കലും അവർ റിവീൽ ചെയ്തിരുന്നില്ല. സോ 9th പാരഗ്രാഫ് നോക്കാം. ഡിയർ ഗ്രാൻഡ് ഡാഡ്, വെൻ ദേ ഹാവ് ക്രിസ്മസ് ട്രീ at big house, take a glided nut for me and put it away in the green chest. എന്താ ചെയ്യണമെന്ന് പറയുന്നത് ഗ്രാൻഡ് ഡാഡിനോട് വീണ്ടും ആൻക പറയുകയാണ്. അവർ ക്രിസ്മസ് ട്രീ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ക്രിസ്മസ് സീസണാണല്ലോ, ക്രിസ്മസ് ട്രീ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ഗ്ലൈഡഡ് മീൻസ് ഗ്ലിറ്ററിങ് കൈൻഡ് ഓഫ് നട്ട് for me and put it away in the green chest. എന്നിട്ട് അത് എവിടെ സൂക്ഷിച്ച് വെക്കണം? ഒരു ഗ്രീൻ ബോക്സിൽ അത് സൂക്ഷിച്ച് വെക്കണം. അടുത്ത നമ്മൾ പരിചയപ്പെടാത്ത ഒരു കഥാപാത്രമാണ് അടുത്ത പേര്, മിസ് ഓൾഗ ഇഗ്നറ്റീവ്ന. ടെൽ ഹെർ ഇറ്റ്സ് ഫോർ വാൻക. അപ്പോൾ അവരോട് പറയണം അതിൽ. അപ്പോൾ ഈ ട്രീ പ്രിപ്പറേഷനിലെ മെയിൻ ആളാരാണ്? ഓൾഗയാണ്, ഓൾഗ ഇഗ്നറ്റീവിനെയാണ്. അപ്പോൾ ഓൾഗ ഇഗ്നറ്റീവിനോട് പറയണം ഇത് വാൻകയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ 10th പാരഗ്രാഫ് നോക്കാം. വാൻക ഗേവ് എ ഷാർപ്പ് സൈ ആൻഡ് once more gazed at the window pane. ഒന്നുകൂടി അവൻ വിൻഡോയിലേക്ക് നോക്കുകയാണ്. ആൻഡ് he remembered his grandfather going to get a Christmas tree for ജെൻട്രി. അപ്പോൾ ഈ ജെൻറ്റിൽമെന്നിന് വേണ്ടി അവൻ ഓർക്കുകയാണ്, അവൻ്റെ ഗ്രാൻഡ് പേ ആണ് ഈ ജെൻറ്റിൽമെന്നിന് വേണ്ടി ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാൻ വേണ്ടി പോവാറ്. അപ്പോൾ ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ്സൺ, എപ്പോഴും വാൻകയെയും കൂടി അദ്ദേഹം കൂടെ കൊണ്ടുപോകാറുണ്ട്. what happy times those had been, and he was recollecting that experience while he was traveling with his grandfather. So grandfather would give a chuckle and the frost-bound would chuckle, and Vanka, following their example, chuckled too. കുലുങ്ങിച്ചിരിക്കുന്നതിനാണ് ഈ ചക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മുത്തശ്ശൻ ഈ ചക്കിൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു തട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞ് മൂടി നിൽക്കുന്ന ട്രീകളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മഞ്ഞുകൾ ഉറഞ്ഞു വീഴും അല്ലെങ്കിൽ ആടും. അപ്പോൾ അതാണ് അതിൻ്റെ മരത്തിൻ്റെ ചക്കിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ട് വാൻകയും ചിരിക്കാൻ തുടങ്ങും. And before chopping down the fir tree, grandfather would smoke a pipe and take a long pinch of snuff and laugh at the shivering Vanka. So, ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് grandfather would smoke. Grandfather used to smoke and he used to smoke with a പൈപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, പഴയ ഫിലിംസിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഒരു ചെറിയ ഈ സ്നഫ് ഡസ്റ്റ് ഇട്ടിട്ട് വലിക്കുന്ന ഒരു തരം പൈപ്പുണ്ട്, സ്മോക്ക് ചെയ്യാനുള്ളൊരു പൈപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ലോങ് പിഞ്ച് സ്നഫ് ഇടും ആൻഡ് ലോഫ് അറ്റ് ഷിവറിങ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പുക വലിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന വാൻകയെ നോക്കും. കാരണം എന്താ? വാൻക വിറയ്ക്കുന്നതിൻ്റെ കാരണം എന്താ? അത്രയ്ക്കും തണവാണ്. The young fir trees, coated with frost, stood motionless, waiting to see which one of them was to die. So, each of the fir trees, what do you mean by fir tree? This fir tree is actually a kind of tree which used for making
ക്രിസ്മസ് ട്രീ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇങ്ങനെ പീക്കായിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് ട്രീ ആണ്. അപ്പോൾ ഇതിൽ ഓരോ ഫിർ ട്രീയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഹൂ എമംഗ് അസ്, ആരാണ് ഞങ്ങളിൽ ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നത്, ഹൂ എമംഗ് അസ് ഗോയിങ് ടു ബി മർഡേർഡ് എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. സോ and suddenly a hare would come leaping over a snuff drift, swift as an arrow. Grandfather would never help shouting, "Stop it, stop it, stop it, you stub-tailed devil." അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഒരു മുയൽ അല്ലേ ഓടി അതിൻ്റെ ഇടയിൽ കൂടി ഒരു ആരോ പോലെ ഒരു അമ്പ് പോലെ ഓടിപ്പോകുന്നത്. അപ്പോൾ എന്താണ് ഗ്രാൻഡ് ഫാ ഉറക്കെ വെച്ചെടുത്തിട്ട് പറയും, സ്റ്റോപ്പ് ഇറ്റ് യു stub-tailed devil. കുഞ്ഞി സ്റ്റബ് ടൈൽഡ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്കറിയാം റാബിറ്റ് യൂസ് ടു ഹാവ് എ വെരി സ്മോൾ ടെയിൽ. ആക്ച്വലി സ്റ്റബ് എന്ന് പറയുന്നത് നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് നമ്മൾ ആ പെൻസിലിൻ്റെ എൻഡ് എത്തുമ്പോൾ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ചെറുതാവും. ആ ഒരു എൻഡിനെയാണ് നമ്മൾ സ്റ്റബ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ടെയിലുള്ള റാബിറ്റ് എന്നാണ് ഡെവിൽ എന്ന് പറഞ്ഞാൽ ഒരു കോമിക്കലായിട്ട് പറയുന്നതാണ്. So grandfather would drag the tree to the big house and they would start decorating it. അപ്പോൾ grandfather just cut one of the fir trees and they just throw it down. They just take to this Zivrev's house, and Miss Olga Ignatievna, Vanka's favorite, was the busiest. So അവിടെ സിവറേവിൻ്റെ എസ്റ്റേറ്റിൽ ഓൾഗയാണ് അതിൽ ഏറ്റവും ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ബിസി ആയിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ആരാണ്, ഓൾഗയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഈ പാരഗ്രാഫ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ശ്രദ്ധിച്ച് വയ്ക്കണം. കാരണം ഓൾഗ വാൻകയെ സംബന്ധിച്ച് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു പാരഗ്രാഫും കൂടിയാണിത്. ഓൾഗ അവിടെ നിന്ന് എങ്ങനെ വാൻക എങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടെന്നും കൂടി പറയുന്ന ഒരു പാരഗ്രാഫാണിത്. എടാ സോ വാൻകാസ് ഫേവറേറ്റ് വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ. While Pelgaya, Vanka's mother, was alive and in service at big house. അപ്പോൾ ആരാണ് വാൻകയുടെ മദറിൻ്റെ പേരും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹൂസ് വാൻകാസ് മദർ? യെസ്, പെൽഗയ എന്നാണ് വാൻകയുടെ മദറിൻ്റെ പേര്. So he used to serve as a maid at Zivrev's house. Olga Ignatievna used to give Vanka sweets and amuse herself by teaching him to read and write and count 100, and even to dance the quadrille. ഇപ്പോൾ ഓൾഗ ഇഗ്നറ്റീവ്ന, നമ്മളിവിടെ സെൻറ്റൻസ് ശ്രദ്ധിക്കണം. യൂസ് ടു ഗീവ് വാൻക സ്വീറ്റ്സും ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ആൻഡ് അമ്യൂസ് ഹെർസെൽഫ്. സോ അവളെ സ്വയം ഷീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ഹെർസെൽഫ്, ഷീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് വാൻക. വാൻകയ്ക്ക് വേണ്ടിയിട്ടല്ല ഓൾഗ അത്രയും അവനെ എന്തൊക്കെ ചെയ്യുന്നത്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും 100 വരെ കൗണ്ട് ചെയ്യാനൊക്കെ വാൻകയെ പഠിപ്പിച്ചത് ഓൾഗയാണ്. ഇപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് പോലും ഓൾഗ എന്നുള്ള ഒരാളുടെ അവനെ റൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടാണ് അവനെ അങ്ങനെ എഴുതാൻ പറ്റിയത്. ബട്ട് ആഫ്റ്റർ ഓൾ ഹീ ഡിഡ് ഓൾ ദീസ് ടു അമ്യൂസ് ഹെർസെൽഫ്, നോട്ട് ഫോർ ദ സേക്ക് ഓഫ് വാൻക ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ഓൾഗ ഹെർസെൽഫ്, because just to spend his leisure time, maybe to spend her leisure time or just to amuse herself. അതിന് വേണ്ടിയിട്ടായിരുന്നു ഓൾഗ അവനെ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. ഏതൊക്കെ പഠിപ്പിച്ചിരുന്നു? just to read, write and count to 100 and even to dance a quadrille. Quadrille is a kind of musical instrument. നമ്മൾ പണ്ടത്തെ ഫിലിംസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഋഷി കപൂറിൻ്റെയൊക്കെ ഫിലിംസിൽ നമ്മൾ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻ്റാണ് ഈ കഴുത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ട് വായിക്കുന്ന ഒരു തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. അതിൻ്റെ ഒരു പേരാണ് ക്വാഡ്രയിൽ. അപ്പോൾ ഇവൻ ആ ഡാൻസ് അത് ആ ഒരു കൈൻഡ് ഓഫ് ഡാൻസും പഠിപ്പിച്ചിരുന്നു നമ്മളുടെ ഓൾഗ. ബട്ട് വെൻ പെൽഗയ മരിച്ചതോടെ വാൻകാസ് മദർ ഡൈഡ്, the whole situation changed. Olga no more supported Vanka and he was just sent back to kitchen.
അതുവരെ ഇത്രയും കാര്യങ്ങളൊക്കെ വാൻകയ്ക്ക് ചെയ്തിരുന്ന ഓൾഗ, ഷി നോ മോർ സപ്പോർട്ടഡ് വാൻക. ഹി വാസ് സെൻഡ് ബാക്ക് ടു ദ ബാക്ക് കിച്ചൺ. ഇപ്പോൾ എന്ത് ചെയ്തു? അമ്മ മരിച്ചതോടുകൂടി വാൻകയ്ക്ക് അവളിൽ നിന്ന് കിട്ടിയിരുന്ന എല്ലാ സപ്പോർട്ടും നഷ്ടപ്പെട്ടു. ഹി വാസ് സെൻഡ് ബാക്ക് ടു കിച്ചൺ. അവിടെ നിന്നാണ് ഫ്രം ദെയർ ടു മോസ്കോ ദ അലിയക്കിൻ ദ ഷൂ മേക്കർ. So come to me, dear granddad, continue Vanka. I beg you for Christ's sake, take me away from here. So he is again continuing his letter, and he says that please take me away from here. And he's just requesting it from God's sake, requesting it in the God's sake, because he was that much fed up with the situation. Pity me, unhappy orphan, and they beat me all the time, and I'm always hungry. They used to torture me every time, and I'm really hungry. I'm not getting enough as food, and I'm so miserable. I'm not leading a good life here. I'm really sad. I'm living a very bad life here. I can't tell you. I cry all the time. So he's telling, I used to cry every time. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. And one day the master hit me over the head with the last, and I fell down and I thought I would never get up again. എന്തായിരുന്നു ഒരു ദിവസം he even hit me with the last. ഫസ്റ്റ് നമ്മൾ ഈ ലെസൺ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. എന്താണ് ലാസ്റ്റ്? LAST, ലാസ്റ്റ്. ദ സ്പെല്ലിംഗ് ഇസ് ദ സെയിം ബട്ട് മീനിങ് ഇസ് ഡിഫറെൻറ്റ്. ലാസ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് എക്യുപ്മെൻറ്റ് വി യൂസ് ടു മേക്ക് ഷൂസ്. അതൊരു കോബ്ലർ യൂസ് ചെയ്യുന്ന അലിയക്കിന് ഒരു ഷൂ മേക്കറാണ്. അതുകൊണ്ട് അദ്ദേഹം ഷൂ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മോൾഡാണ് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സാധനം അത് വെച്ചിട്ടാണ് വാൻകെ ഹിറ്റ് ചെയ്തത്. എന്നിട്ട് എവിടെയാണ് ഹിറ്റ് ചെയ്തത്? അപ്പോൺ ഹിസ് ഹെഡ്. ആൻഡ് ഹി ജസ്റ്റ് ഫെൽ ഡൗൺ ആൻഡ് തോട്ട് ഹി വുഡ് നെവർ ഗെറ്റ് അപ്പ് അഗെയിൻ. I have such a miserable life, worse than a dog. I am leading a very worse life, and I send my love to Alyona, one-eyed eager, and the coachman, and don't give my concertina to anyone. So he is just conveying his regard to all the people. ആരൊക്കെയാണ്? അലിയോണ, one-eyed eager, the coachman. There is no other description given in this lesson, so we don't know much about them. And don't give my concertina. Concertina is again a musical instrument. നമ്മൾ പിയാനോ പോലത്തെ ഒരു സാധനമാണ് കൺസർട്ടീന ടു എനിവൺ. ആൻഡ് ഐ റിമൈൻഡ് യുവർ ഗ്രാൻഡ് സൺ ഇവാൻ സുഖോവ്. സോ ഇവിടെയാണ് നമ്മൾ വാൻകയുടെ റിയൽ നെയിം മനസ്സിലാക്കുന്നത്. വാൻക എന്നല്ല, വാൻക ഇസ് വാട്ട് വി ക്യാൻ സേ ഒരു പെറ്റ് നെയിമാണ് വാൻക. ഇവാൻ സുഖോവ് എന്നാണ് അവൻ്റെ റിയൽ നെയിം. സോ ഡിയർ ഗ്രാൻഡ് ഡാഡ് ഡു കം. സോ ഹി ഈസ് expecting grandpa will come soon and take him back to village. So next paragraph, Vanka folded the sheet of paper in four, and he just hauled it down into four and put it in an envelope. Just he brought a day before for a kopeck. Kopeck is a kind of money. ആ ഒരു കൊപ്പയ്ക്കിന് അവൻ വാങ്ങിയ ഒരു കവർ. എൻവലപ്പ് മീൻസ് കവറിൽ വാങ്ങിച്ചിട്ട് അവൻ അതിലിടുകയാണ് ഈ ലെറ്റർ. ആൻഡ് ദെൻ ഹി പോസ് ടു തിങ്ക്, ഡിപ്ഡ് ഹിസ് ഡിം ഇൻ ടു ദ ഇങ്ക് പോട്ട് ആൻഡ് റോട്ട് ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. സോ അവൻ അതിൻ്റെ പുറത്ത് എഴുതുന്ന അഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എഴുതുന്നത്? ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. ആൻഡ് സ്ക്രാച്ച് ഹിസ് ഹെഡ്. വൈ? വെൻ വി യൂസ് ടു സ്ക്രാച്ച് അവർ ഹെഡ്? യെസ്, വെൻ വി ഫീൽ ഡൗട്ട്ഫുൾ, അല്ലേ? അവൻ ഡൗട്ട്ഫുൾ ആവും. നമ്മുടെ തലയിൽ സ്ക്രാച്ച് ചെയ്യുന്ന എപ്പോഴാണ്? അതെ, നമ്മൾ ഡൗട്ട്ഫുൾ ആകുമ്പോഴാണ്. തോട്ട് എഗെയിൻ. എന്നിട്ട് അവനെ തോന്നുകയാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്നോർത്തിട്ട് അവനൊന്നും കൂടി എഴുതാണ്. എന്താ എഴുതുന്നത്? ടു കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച്, നത്തിങ് എൽസ്. അവനാകെ ആ ലെറ്ററിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണത്. എന്തൊക്കെയാണ് അവൻ എഴുതിയത്? ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, ടു കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച്. ഡു യു എക്സ്പെക്ട് ദിസ് ലെറ്റർ വിൽ റീച്ച് ഗ്രാൻഡ് പാ? അല്ല, ഇത്തരം കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു ലെറ്റർ സ്ഥലം ഏതാണെന്നോ ഇതൊന്നും അവൻ എഴുതിയിട്ടില്ല. കാരണം
He's only a 9-year-old boy. He don't know much about letter writing, and he don't know how to write an address, and he don't know his own address. അതാണ് അവൻ്റെ പ്രശ്നം. അവന് ഈ അഡ്രസ്സ്, അവൻ്റെ ഗ്രാൻഡ് പാ നിൽക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് എന്താണെന്നോ ഇതൊന്നും അവനറിയില്ല. ലെറ്റർ എഴുതണം, ലെറ്റർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഗ്രാൻഡ് പാ വരും, ഇതൊക്കെ മാത്രമാണ് അവൻ അറിയുള്ളൂ. അപ്പോൾ അവനാകെ അറിയുന്ന രീതിയിൽ അവൻ ഇത്രയും മാത്രം എഴുതി. അവൻ്റെ വിചാരം ഇതെന്തായാലും സേഫായിട്ട് ഗ്രാൻഡ് പായ്ക്ക് കിട്ടും, ഗ്രാൻഡ് പാ തന്നെ കൊണ്ടുപോകാൻ വരും എന്ന പ്രതീക്ഷയിലാണ് അവനിരിക്കുന്നത്. സോ പ്ലീസ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെൻറ്റഡ്. അവൻ അത്രയും നേരം വളരെ ടെൻസ്ഡ് ആയിട്ടായിരുന്നു എഴുതിയിരുന്നത്. എന്തായാലും ഇത്രയും എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നവരാരും വന്നില്ലല്ലോ എന്ന് വളരെ സന്തോഷത്തിൽ അവൻ എഴുത്ത് നിർത്തി. ആൻഡ് ഹി പുട്ട് ഓൺ ഹിസ് ഹാപ്പ് വേഗം. ഹി ജസ്റ്റ് വിയർ. പുട്ട് ഓൺ, വാട്ട് ഡു യു മീൻ ബൈ പുട്ട് ഓൺ? പുട്ട് ഓൺ ഈസ് എ ഫ്രേസൽ വെർബ്. പുട്ട് ഓൺ മീൻസ് വിയർ, ധരിക്കുക. അവൻ്റെ ഡ്രസ്സ് ക്യാപ്പ് വെച്ചു. ആൻഡ് റാൻ ഔട്ട് ടു ദ സ്ട്രീറ്റ് വിതൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓൺ ഓവർ ഹിസ് ഷർട്ട്. വിതൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓൺ ഓവർ ഹിസ് ഷർട്ടിൻ്റെ പുറത്ത് കോട്ടൊന്നും ഇടാൻ, വലിയ കാര്യമായിട്ടുള്ള കോട്ടൊന്നും ഇടാൻ നിൽക്കാതെ അവൻ ഓടുകയാണ്. ദ മെൻ അറ്റ് ദ ബുച്ചേഴ്സ് ടോൾഡ് ഹിം ആൻഡ് ഹി ഹാസ് ദ ഡേ ബിഫോർ ദ ലെറ്റേഴ്സ് ആർ പുട്ട് ഇൻ ടു ദ ലെറ്റർ ബോക്സസ്. അവനാകെ ആ ബുച്ചർ ഷോപ്പിലെ ആൾ പറഞ്ഞെടുത്തിരിക്കുന്നത് എന്താ, അവിടെ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്. ആ പോസ്റ്റ് ബോക്സിൽ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ എത്തിക്കോളും എന്ന് അവന് കിട്ടിയ ഒരു ബുച്ചർ ഷോപ്പിൽ ആരോ പറഞ്ഞു കൊടുത്തു. അതനുസരിച്ചാണ് അവൻ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഈ ലെറ്റർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഈ ഒരു പോസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ അഡ്രസ്സിലേക്ക് എത്തും എന്നുള്ളതാണ് അവൻ്റെ ധാരണ. അയാളിൽ നിന്ന് കിട്ടിയ അവൻ്റെ ഒരു ധാരണ അതാണ്. And from these boxes sent all over the world on mail coaches with 3 horses and drunken drivers and jingle bells. എങ്ങനെയുള്ളവരാണ് ഇത് കൊണ്ടുപോവുക? ഈ ലെറ്റർ ബോക്സസ് നിന്ന് ഈ ലോകത്തിലെ എല്ലായിടത്തേക്കും ഒരു മെയിൽ കോച്ച് വരും. ആ മെയിൽ കോച്ചിൽ അല്ലേ എന്താ 3 കുതിരകളെ പൂട്ടിയ ഒരു നമ്മളുടെ പപ്പാനിയൊക്കെ വരുന്ന പോലെയുള്ള ഒരു കൺസെപ്റ്റാണ് അവൻ്റെ മനസ്സിലുള്ളത്. 3 കുതിരകളെ പൂട്ടിയ ഒരു വണ്ടിയിൽ ജിങ്കിൾ ബെൽസൊക്കെ വെച്ചിട്ട് അതിൽ ഒരു ഡ്രങ്കൻ നിറയെ മദ്യപിച്ച ഒരു ഡ്രൈവർ വന്ന് ഇത് എടുത്തിട്ട് പോവും. അപ്പോൾ ജസ്റ്റ് ലൈക്ക് പപ്പാനി, അവൻ്റെ ഒരു വിഷ്വലൈസേഷനാണത്. അങ്ങനെയുള്ള ഒരാൾ വന്ന് ഇവിടുത്തെ ലെറ്ററിൽ നിന്ന് എല്ലാം ഒഴുക്കും, എന്നിട്ട് അതൊക്കെ പ്രോപ്പർ അഡ്രസ്സിലേക്ക് എത്തിക്കും എന്നാണ് അവൻ്റെ ഒരു ധാരണ. ഹി ഡോണ്ട് നോ മച്ച് അബൌട്ട് ദ അഡ്രസ് ആൻഡ് അബൌട്ട് ദ സിസ്റ്റം യൂസ് ടു ഫോളോ ദ മെയിൽ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ഓൾ. Vankar ran as far as the nearest letter box and dropped his precious letter into the slit. അപ്പോൾ എന്ത് ചെയ്യാണ്, വേഗം ലെറ്റർ ബോക്സിൻ്റെ അടുത്ത്, ഏറ്റവും നിയറസ്റ്റ് ലെറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് എത്തി. ആൻഡ് ഡ്രോപ്ഡ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അവൻ്റെ ആ ലെറ്റർ ആ സ്ലിറ്റിലൂടെ ഇടുകയാണ്. വാട്ട് യു മീൻ ബൈ സ്ലിറ്റ്? ദാറ്റ് സ്മോൾ ഓപ്പണിംഗ് which we used to see on the letter box. So an hour later, lulled by rosy hopes, he fast asleep. Oh, he was full of hope, and he was enjoying that hope, and he just fall asleep. And he dreamed of a stove. അവൻ്റെ ഡ്രീമിൽ കാണുന്ന നോക്കാം, ഒരു സ്റ്റവ്. ആ സ്റ്റവിൻ്റെ ലെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് വയ്ക്കുന്ന, അടുക്കളയിൽ നമ്മൾ സ്റ്റവ് വയ്ക്കുന്ന ആ ഒരു പ്രതലം, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെഡ്ജ്, ഒരു ചെറിയ സ്ലാബ്. സാറ്റ് അറ്റ് ദ ഗ്രാൻഡ് ഫാദർ, അതിൽ ആ സ്റ്റവിൻ്റെ അടുത്തായിട്ട് ആ ലെഡ്ജുമേൽ ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്നു. ആൻഡ് ഹിസ് ബെയർ ഫീറ്റ് ഈസ് ഡാംഗ്ലിങ്. ആ ബെയർ ഫീറ്റ്, ചെരുപ്പൊന്നും ഇടാതെ കാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. റീഡിങ് ദ ലെറ്റർ, ആ ലെറ്റർ കുക്ക്, അവിടുത്തെ മെയിൽ സെർവൻസിന് ഈ ഗ്രാൻഡ് പാ ഇവൻ്റെ ഈ ലെറ്റർ വായിച്ചു കൊടുക്കുന്നതാണ് അവൻ കാണുന്നത്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റവ് വാക്കിംഗ് ഹിസ് ടെയിൽ. അപ്പോൾ അവൻ ഈലിനെയും കൂടി അവൻ്റെ ഡ്രീമിൽ കാണുന്നുണ്ട്. ആ ഈല് ആ ഗ്യാസിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ വാലാട്ടിക്കൊണ്ട് നടക്കുന്നതും കാണണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? Vankar believes that this letter will safely reach Constantine Macrich, his grandfather, and grandfather will read the letter to the co-workers, and grandfather will come soon
ടു ടേക്ക് ഹിം അവേ ഫ്രം ദിസ് പാത്തറ്റിക് സിറ്റുവേഷൻ. അതാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വേഗം തന്നെ ഗ്രാൻഡ് ഫാദർ ഈ ലെറ്റർ കട്ടും കൃത്യമായിട്ട് ഈ ജസ്റ്റ് വില്ലേജിലുള്ള ഗ്രാൻഡ് ഫാദറിന് മാത്രം എഴുതി കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ സേഫായിട്ട് ഈ ലെറ്റർ അവിടെ എത്തും എന്നാണ് അവൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയ ഉടനെ ഗ്രാൻഡ് ഫാദർ വരും, എന്നെ വന്ന് കൊണ്ടുപോകും എന്നൊക്കെയാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇതിലാണ് അവൻ ഉറങ്ങുന്നത്. സോ ദിസ് ഈസ് ദ pathetic end of the story. Thank you for